നമസ്കാരം. പാർലമെന്റിന്റെ ശീതകാല സമ്മേളനത്തിൽ കേന്ദ്ര സർക്കാർ പുതിയ സാമ്പത്തിക പരിഷ്കാരങ്ങൾ നടപ്പിലാക്കുമെന്ന് റിപ്പോർട്ടുകൾ പുറത്തുവരുന്നുണ്ട്. സാമ്പത്തിക പരിഷ്കരണവും നിക്ഷേപകരുടെ വിശ്വാസം അത് കൂടുതൽ ആർജിക്കാനും ലക്ഷ്യമിട്ട് 12ഓളം ബില്ലുകളാണ് സഭയിലെത്തുക. ഇൻഷുറൻസ്, ആണവോർജം, സാമ്പത്തിക വിപണി എന്നീ മേഖലകളിൽ കാര്യമായ മാറ്റമുണ്ടാകുമെന്നാണ് ബ്ലൂംബർഗ് റിപ്പോർട്ട് ചെയ്യുന്നത്. ഡിസംബർ 1-നാണ് സമ്മേളനം തുടങ്ങുന്നത്. സ്വാതന്ത്ര്യത്തിന്റെ 100ാം വാർഷികത്തിൽ ഇന്ത്യയെ വികസിത രാജ്യമാക്കി മാറ്റുന്നതിനുള്ള ശ്രമങ്ങളിലാണ് നിലവിൽ കേന്ദ്ര സർക്കാർ. എന്നാൽ ഈ ലക്ഷ്യങ്ങളിലെത്താൻ ഇന്ത്യൻ സാമ്പത്തിക രംഗം കുറഞ്ഞത് 8% വളർച്ച കൈവരിക്കണമെന്നാണ് വിദഗ്ധർ പറയുന്നത്. നടപ്പ് സാമ്പത്തിക വർഷത്തിലെ 2ാം പാദത്തിൽ ഇന്ത്യൻ സാമ്പത്തിക രംഗം 7.3% വളർച്ച കൈവരിക്കുമെന്നാണ് പ്രതീക്ഷ. ഔദ്യോഗിക കണക്കുകൾ അടുത്ത ദിവസങ്ങളിൽ പുറത്തുവരും. എന്നാൽ US താരിഫ് പോലുള്ള അനിശ്ചിതത്വങ്ങൾക്കിടയിൽ സാമ്പത്തിക വളർച്ച സ്ഥായിയായി നിലനിർത്തുന്നത് വെല്ലുവിളിയാണ്. ഈ സാഹചര്യത്തിലാണ് സാമ്പത്തിക രംഗത്ത് വലിയ പരിഷ്കാരങ്ങൾക്ക് സർക്കാർ തയ്യാറാകുന്നത്. അടുത്തിടെ GST നിരക്കുകളിൽ കാര്യമായ പൊളിച്ചെഴുത്ത് നടത്തിയ സർക്കാർ ആദായനികുതി പരിധിയും വർദ്ധിച്ചിരുന്നു. രാജ്യത്ത് പുതിയ തൊഴിൽ ചട്ടങ്ങളും കഴിഞ്ഞ ദിവസങ്ങളിൽ നിലവിൽ വന്നിരുന്നു. പിന്നാലെയാണ് ഇൻഷുറൻസ്, അതോടൊപ്പം തന്നെ ഓഹരി നിയമങ്ങളിലും കാതലായ മാറ്റത്തിന് ഒരുങ്ങുന്നത്. ഇന്ത്യയിലെ ഇൻഷുറൻസ് മേഖലയുടെ വളർച്ചയും വ്യാപനവും വർദ്ധിപ്പിക്കാൻ ലക്ഷ്യമിട്ടാണ് ഇൻഷുറൻസ് നിയമ ബില്ല് 2025 അവതരിപ്പിക്കുന്നത്. ഇൻഷുറൻസ് മേഖലയിൽ നിലവിൽ വിദേശ നിക്ഷേപങ്ങൾക്കുള്ള 74% നിയന്ത്രണം നീക്കാനും സർക്കാർ ആലോചിക്കുന്നുണ്ട്. വിദേശ കമ്പനികൾക്കുള്ള പ്രവർത്തന നിയന്ത്രണത്തിലും കാര്യമായ മാറ്റമുണ്ടാകും. ഇതോടെ കൂടുതൽ വിദേശ കമ്പനികൾക്ക് ഇൻഷുറൻസ് മേഖലയിലേക്ക് പ്രവേശിക്കാനാകും. ഇത്തരം കമ്പനികളുടെ വൈദഗ്ധ്യം പല രംഗത്തും പ്രയോജനപ്പെടുത്താമെന്നും സർക്കാർ കരുതുന്നുണ്ട്. രാജ്യത്തെ പാപ്പര നടപടികൾ അത് വേഗത്തിലാക്കാനും വായ്പാദാതാക്കളുടെ അവകാശങ്ങൾ സംരക്ഷിക്കാനും ലക്ഷ്യമിട്ട് ഇൻസോൾവെൻസി ആൻഡ് ബാങ്ക്രപ്സി കോഡ് ബിൽ 2025 ശീതകാല സമ്മേളനത്തിൽ പാസാക്കുമെന്നാണ് കരുതപ്പെടുന്നത്. വിവിധ ഭാഗങ്ങളിലുള്ള വായ്പാ സ്ഥാപനങ്ങൾക്ക് വേണ്ടി വ്യത്യസ്ത ചട്ടങ്ങൾ ഇതിലൂടെ നിലവിൽ വരും. കോടതിക്ക് പുറത്തുള്ള സെറ്റിൽമെന്റുകൾ അത് പ്രോത്സാഹിപ്പിക്കാനും വ്യവസ്ഥയുണ്ടാകും. നിയമം നടപ്പിലായാൽ ബാങ്കുകൾക്കും മറ്റു വായ്പാ കുടിശ്ശിക വേഗത്തിൽ തിരിച്ചുപിടിക്കാൻ സാധിക്കും. ഇന്ത്യൻ സാമ്പത്തിക വിപണിയിലെ അനിശ്ചിതത്വങ്ങൾ ഒഴിവാക്കുന്നതിനുള്ള ദി സെക്യൂരിറ്റീസ് മാർക്കറ്റ്സ് കോഡ് ബില്ല് 2025 ഈ സമ്മേളനത്തിൽ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. നിലവിലുള്ള ദി സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ ആക്ട് 1992, ദി ഡെപ്പോസിറ്റ് ആക്ട് 1996, സെക്യൂരിറ്റീസ് കോൺട്രാക്ട് ആക്ട് 1956 എന്നിവ ഏകീകരിക്കുന്നതാണ് പുതിയ നിയമം. സാമ്പത്തിക വിപണിയിലെ നടപടിക്രമങ്ങളും ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സും മെച്ചപ്പെടുത്താൻ ഇതിലൂടെ കഴിയുമെന്നാണ് സർക്കാർ വിശദീകരിക്കുന്നത്. 2021-22 ബഡ്ജറ്റിലാണ് ധനമന്ത്രി നിർമ്മല സീതാരാമൻ ഇത്തരം നിയമങ്ങളുടെ ഏകീകരണം പ്രഖ്യാപിച്ചത്. ന്യൂസ് ഡെസ്ക് തത്വമൈ TV.